3000, 4500, 6000 போதும். இவ்வளோ பேசிக்க பைசா அடிக்கல. என்னோட தம்பிக்கு அடிபட்டு இருந்துச்சு. என் தம்பி வந்து இங்கே கட்டு போட்டுட்டு அவனுக்கு வந்து சபரிமலைக்கு போகிற டைம் 48வது நாள் கோயிலுக்கு போகணும்னு சொல்லிட்டு அந்த டைமில் அவனுக்கு அடிபட்டு இருந்தப்போ இங்கே வந்து கட்டு போட்டுட்டு ஒரே வாரத்தில் என் தம்பிக்கு சரியாகி அவன் கோவிலுக்கும் போயிட்டான். அதனால அந்த நம்பிக்கையில் தான் நாங்கள் இங்கே வந்தோம். അതാണ്. കോയമ്പത്തൂരിൽ നിന്ന് വരും, പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് മദ്രാസിൽ നിന്ന് വരും, പുതുക്കോട്ടയിൽ നിന്ന് വരും, തഞ്ചാവൂരിൽ നിന്ന് വരും. ഇവിടുന്ന് എത്ര ഡോക്ടർമാരെ വരുന്നു. അവർക്ക് ഈ മരുന്നായിരിക്കില്ല. ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന പറയും, ഇവിടെ ഓപ്പറേഷൻ വേണ്ട. ഇപ്പൊ മരുന്ന് കിട്ടാൻ പ്രയാസമുണ്ടോ വൈദ്യരെ? മരുന്ന് നമ്മൾ നട്ടുണ്ടാക്കല്ലേ. നട്ടുണ്ടാക്കാണ്. വൈദ്യരുടെ കൈപ്പുണ്യവും പച്ചമരുന്നിന്റെ കുറെ കൊല്ലായി. വയനാട് ജില്ലയിലെ ചീരാലടുത്ത് കുടുക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ വേലായുധൻ എന്നു പേരുള്ള ഒരു വൈദ്യരുണ്ട്. 3-4 പൊട്ടുകളായിട്ട് വന്ന കേസുകൾ വരെ അദ്ദേഹം ഒരൊറ്റ കെട്ടുകൊണ്ട് നേരെയാക്കി വിടുന്നുണ്ട്. അപ്പം അത്രമേൽ ഫലവത്തായ പച്ചമരുന്ന് കൂട്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഈ ചികിത്സ വൈദ്യര് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. വൈദ്യര് ഇതിന് പണം വാങ്ങിക്കുന്നില്ല. ആ മരുന്നിൻ്റെ പൈസ മാത്രം, അത് ഈ പറഞ്ഞ പോലെ 350-300 ആ കൊടുക്കുന്ന മരുന്നിൻ്റെ വില മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ.